ജീസസ് റെയിൻസ്. യേശു വാഴുന്നു. വീണ്ടും ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സന്തുഷ്ട കുടുംബം എന്ന ആലോചനയാണ് ഈ എപ്പിസോഡുകളിൽ ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് തന്നെ ഒരു കുടുംബമുണ്ട്. ദൈവ കുടുംബത്തിലെ അംഗങ്ങളാകുന്നുവല്ലോ നാം ഓരോരുത്തരും. അവിടുന്ന് നമ്മുടെ പിതാവാകുന്നു, നാം അവിടുത്തെ മക്കളാകുന്നു. അതിനാൽ ഭൂമിയിൽ ദൈവ കുടുംബത്തിൻ്റെ മാതൃകകളാകുന്ന കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു സമാനത നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവ് സമൃദ്ധമാകുന്ന ആശീർവാദങ്ങളിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ഭൂമിയിലെ സ്വർഗങ്ങളാകുന്നു കുടുംബങ്ങൾ. ക്രിസ്തുവിൻ്റെ ശരീരത്തിന് സമാനമാകുന്നു കുടുംബങ്ങൾ. അതോടൊന്നിച്ച് തന്നെ ഒരു ആത്മീക ഘടകമാകുന്നു, ഒരു സ്പിരിച്വൽ യൂണിറ്റ് ആകുന്നു കുടുംബങ്ങൾ. കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ ഈ ഭാഗങ്ങൾ വിശദമായി ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ഇന്ന് ഞാൻ ഗൗരവമേറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള കുടുംബത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭവനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. അത് പരിഹരിക്കുവാൻ നാം യേശു ക്രിസ്തുവിലുള്ള ദൈവശക്തി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കത് പരിഹരിക്കുവാൻ കഴിയും. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും, അത് ശ്രദ്ധിക്കുക, അന്യോന്യം പൊറുക്കുകയും, ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. മലയാളത്തിൽ അവിടെ വഴക്ക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ, കംപ്ലൈൻറ്റ്സ് ഉണ്ടായാൽ, വിയോജിപ്പുകൾ ഉണ്ടായാൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമ്മിൽ ക്ഷമിപ്പീൻ. ഭവനത്തിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചിലപ്പോൾ വഴക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ നാം പ്രോബ്ലം മേക്കേഴ്സായിട്ട് മാത്രം നിൽക്കാതെ നാം പ്രോബ്ലം സോൾവേഴ്സായി മാറേണ്ടത് ആവശ്യമാണ്. പലരും പ്രോബ്ലം മേക്കേഴ്സായി മാത്രം ജീവിക്കുകയാണ്. ആ ഭാഗത്ത് മാത്രമാണ് അവരുടെ ദൗത്യം, ആ ജോലി മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെ തുടരരുത്. നിങ്ങൾ പ്രോബ്ലം സോൾവേഴ്സായി തീരേണ്ടവരാണ്, പരിഹരിക്കുന്നവരായി നിങ്ങൾ തീരേണ്ടവരാണ്. ആ പരിഹാരത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ കാൽമാറ്റി ചവിട്ടുകയാണെങ്കിൽ നിരന്തരമായി നിങ്ങൾക്ക് പരിഹാരികളായി തീരുവാനിടവരും. ഈ നിലയിൽ സംഘർഷങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുവാനും കഴിയും. പർദീസയിൽ ആദ്യ കുടുംബം ആദമും ഹൗവയും പാർത്തിരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിലൊക്കെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹൗവ മനഃപൂർവ്വമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതിൻ്റെ പരിണതഫലമായിട്ട് അവൾ ആ പഴം തിന്നുവാനിടയായി, ഭർത്താവിനും കൊടുത്തു. അങ്ങനെ തുടങ്ങി ആ കുടുംബത്തിൽ വല്ലാത്ത ഉലച്ചിലുകൾ സംഭവിച്ചു. ആ ഉലച്ചിലുകൾ നമുക്ക് പർദീസയിലെ ആദ്യത്തെ വഴക്കെന്ന് വേണമെങ്കിൽ വിളിക്കുവാൻ കഴിയും. ആദമും ഹൗവയും ആദ്യ കുടുംബത്തിൽ സംഭവിച്ച ഒരു വലിയ സംഘർഷം, ഭവനം നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയുടെ പിന്നിൽ പിശാചുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിശാച് ചതിയനാകുന്നുവല്ലോ. അവൻ അവിടെ കടന്നു വന്ന് ഹൗവയെ ചതിക്കുകയാണ്. അവിടെ വെളിപ്പെട്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത്. പിശാച് വന്ന് സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ഹൗവയുടെ മറുപടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കണ്ടു. അവിടെ വെളിപ്പെടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. എന്തുമാകട്ടെ, ആ സ്വാധീന വലയത്തിൻ്റെ ഉള്ളിൽ, പിശാച് കൊണ്ടുവന്ന കെണിക്കുള്ളിൽ, ചതിവിനുള്ളിൽ അവർ പിടിവിട്ടുപോയി. അതിൻ്റെ ഫലമായിട്ടാണ് ആ കുടുംബം ഒരു വലിയ ഗുരുതരമാകുന്ന സംഘർഷത്തെ നേരിടുവാനിട വന്നത്. അന്നു മുതൽ മനുഷ്യൻ്റെ ഇടയിൽ വിയോജിപ്പുകൾ തുടരുകയാണ്. പ്രത്യേകിച്ചും ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിയോജിപ്പുകൾ തുടരുകയാണ്. ആണും പെണ്ണും തമ്മിൽ വിയോജിപ്പുകൾ തുടരുകയാണ്. സ്ത്രീ പുരുഷ
വ്യക്തിത്വങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് വിയോജിപ്പുകൾക്ക് സാധ്യതയുണ്ട്. വൈകാരികമാകുന്ന വ്യത്യസ്തതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ശാരീരികമാകുന്ന വ്യത്യസ്തതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, പല രുചിഭേദങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സ്ത്രീ പുരുഷ വ്യക്തിത്വത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. പെൺകുട്ടികൾക്കുള്ള ആഗ്രഹവും ആൺകുട്ടികൾക്കുള്ള ആഗ്രഹവും തമ്മിൽ വളരെ വ്യത്യാസമില്ലേ? കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സന്ദർഭത്തിൽ അവർക്ക് കൊടുക്കുന്ന ടോയ്സിനെ ശ്രദ്ധിച്ചാൽ മതി. പെൺകുട്ടികൾക്ക് ഏത് ടോയ്സിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്? അവർക്ക് കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള പാവകൾ ഇങ്ങനെ മാറോട് ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, അതിലൊക്കെയാണ് അവർക്ക് താല്പര്യമുള്ളത്. എന്നാൽ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോക്ക്, ബസ്, കാറ്, ആ പ്രായം മുതൽ തന്നെ ഈ വ്യത്യസ്തതകൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യസ്തതകൾ വളരെയാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വിയോജിപ്പുകൾ ഇത് ഒരു സംഘർഷത്തിലേക്കാണോ ഭാര്യ ഭർത്താക്കന്മാരെ നടത്തുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കുകയാണെങ്കിൽ ഇത് കോംപ്ലിമെൻറ്റിംഗ് ആണ്, തമ്മിൽ കോൺട്രിബ്യൂട്ടിംഗ് ആണ്, തമ്മിൽ ഇത് ഒരു പരപൂരകങ്ങളാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഭാര്യയ്ക്ക് പൂരിപ്പിക്കുവാൻ കഴിയാത്തത് ഭർത്താവ് പൂരിപ്പിക്കുന്നു, ഭർത്താവിന് പൂരിപ്പിക്കുവാൻ കഴിയാത്തത് ഭാര്യ പൂരിപ്പിക്കുകയാണ്. പരപൂരകങ്ങളാകുന്നു. ഈ വ്യത്യസ്തതകൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? പെർഫെക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അഥവാ ഒരു വ്യക്തിക്ക് സ്വയം പെർഫെക്ഷനിലേക്ക് വരുവാൻ കഴിയുകയില്ല, മറ്റൊരാളുടെ സഹായം കൂടെ ആവശ്യമാണ്. സ്ത്രീക്ക് അവൾക്ക് സ്വയം ഈ പൂർണ്ണത നേടിയെടുക്കുവാൻ കഴിയുകയില്ല, ഭർത്താവിൻ്റെ പുരുഷന്റെ സഹായം ആവശ്യമാണ്. അതേപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളവും തനിക്ക് സ്വയം പൂർണ്ണനായി തീരുവാൻ കഴിയുകയില്ല, സ്ത്രീയുടെ സഹായം അവൻ ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുവാൻ സ്ത്രീക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ചില ദൗത്യങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് ഒരിക്കലും തമ്മിൽ വഴക്കുണ്ടാക്കുവാൻ വേണ്ടിയുള്ളതല്ല, ഇത് വിയോജിപ്പുകളല്ല. ഇതിൻ്റെ അവസാനമെന്ന് പറയുന്നത് വലിയ യോജിപ്പാണ്. ഇതിൻ്റെ അവസാനമെന്ന് പറയുന്നത് അസാധാരണമാകുന്ന ഒരു ദൈവിക പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ വിയോജിപ്പുകളെ ഉപയോഗിക്കുന്നത്. ഈ വിയോജിപ്പുകൾ വലിയൊരു യോജിപ്പിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇതേപോലെ സംഘർഷങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? അത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ഈ വചനത്തിലെ സത്യങ്ങൾ തിരിച്ചറിയുകയാണ് എങ്കിൽ ഈ വചനത്തിലെ സത്യങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടും. ഇതൊരു വിയോജിപ്പിലല്ല ചെന്ന് അവസാനിക്കുവാൻ പോകുന്നത്, ഒരു വലിയ യോജിപ്പിലാണ് ചെന്ന് അവസാനിക്കുവാൻ പോകുന്നത്. തമ്മിൽ ഈ സംഘർഷത്തിൽ തുടരേണ്ട കാര്യമില്ല, ആ വലിയ യോജിപ്പിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയും. ചില കുടുംബങ്ങളെ ശ്രദ്ധിക്കുക, അബ്രഹാമിൻ്റെ കുടുംബത്തെ ശ്രദ്ധിക്കുക. അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് ചില വഴക്കുകളും അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാം തൻ്റെ കസിനെയാണ് വിവാഹം കഴിച്ചത്, ആ സഹോദരി സാറ. എന്നാൽ അവൾ മച്ചിയായിരുന്നു. ദീർഘമാകുന്ന വർഷങ്ങൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായ ഒരാഗ്രഹമാണ്. ആ ആഗ്രഹം ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അവരുടെ കുടുംബത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാനിടയായി. 16-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ ഭവനം നേരിട്ട ഗുരുതരമാകുന്ന ഒരു പ്രതിസന്ധിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില കാര്യങ്ങൾ, ചില ശൂന്യതകൾ കുടുംബത്തിൽ വെളിപ്പെടുന്നു എന്നതുകൊണ്ട് അതിന് മാനുഷികമാകുന്ന പരിഹാരങ്ങൾ തേടുന്നത് ഒരിക്കലും ശരിയല്ല. ദൈവികമാകുന്ന പരിഹാരം തേടുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. മാനുഷികമാകുന്ന പരിഹാരങ്ങൾ, വൈദ്യശാസ്ത്രത്തിൻ്റെ പരിഹാരങ്ങൾ, ലോകത്തിലെ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലൂടെയുള്ള പരിഹാരങ്ങൾ, ആ പരിഹാരങ്ങളൊന്നുമല്ല നിങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്നത്. ആ ശൂന്യതകളെ പരിഹരിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണ് എങ്കിൽ ദൈവം അത്ഭുതങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. ഇല്ലാത്ത ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി നിങ്ങൾ ആകുലപ്പെടരുത്. ഇവിടെ സാറയ്ക്കും അല്ലാത്ത ആകുലതയും വെപ്രാളവുമായി വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ല, എങ്ങനെ ഇത് പരിഹരിക്കുവാൻ കഴിയും? അവളൊരു മനുഷ്യബുദ്ധിയിലുള്ള ഒരു കാര്യത്തിൽ അവൾ എത്തിച്ചേരുവാനിടയായി. മാനുഷികമാകുന്ന ഒരു പരിഹാരം അവൾ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചു. അതിന്നും ലോകവ്യാപകമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയല്ലേ?
നോക്കുക, ഇല്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുകയാണ് എങ്കിൽ മാനുഷികമാകുന്ന ഒരു പരിഹാരമല്ലേ അവിടെ ആവശ്യമായിരിക്കുന്നത്. ദൈവാത്മാവ് പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇടം കൊടുക്കുകയാണ് എങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അതിശയകരമാകുന്ന ഒരു കാര്യം ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. അസംതൃപ്തിയോടുകൂടെ ജീവിക്കുന്ന അനേകരുണ്ട്. ഇല്ലാത്തതിനെ ചൊല്ലി അസംതൃപ്തിയോടുകൂടെ ജീവിക്കുന്നവർ. പ്രിയമുള്ളവരെ, അങ്ങനെ അസംതൃപ്തിയോടുകൂടെ ജീവിക്കരുത്. ഭവനമില്ല, അതിനെ ചൊല്ലിയുള്ള അസംതൃപ്തി, ആകുലത. കുഞ്ഞുങ്ങളില്ല, അതിനെ ചൊല്ലിയുള്ള അസംതൃപ്തി, ആകുലത, വെപ്രാളം, അതിനെ ചൊല്ലിയുള്ള ഭയങ്ങൾ, പണത്തിൻ്റെ, ജോലിയുടെ, മറ്റു പല കാര്യങ്ങൾ, വസ്തുവകകൾ, ഭൗതിക കാര്യങ്ങൾ, അതിനെ ചൊല്ലിയുള്ള ആകുലതകൾ, വെപ്രാളങ്ങൾ. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെ ജീവിക്കരുത്. ആ ശൂന്യതകൾ വെളിപ്പെടുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഈ ശൂന്യതകൾ വന്നിരിക്കുന്നത് കർത്താവിനെ കൂടുതൽ അടുത്തറിയുവാൻ വേണ്ടിയുള്ള ഒരവസരമാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരവസരമാണ്. ഞങ്ങൾ യോജിപ്പിൽ വർദ്ധിക്കുവാൻ വേണ്ടിയുള്ളൊരവസരമാണ്. നിങ്ങൾക്ക് പ്രസിദ്ധമാകുന്ന മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ അറിയാമല്ലോ. യോജിപ്പിലുള്ള പ്രാർത്ഥന വെളിപ്പെടുകയാണ് എങ്കിൽ പിതാവ് അവർക്ക് ഉത്തരം നൽകുമെന്നാണ് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വെളിപ്പെടുന്ന ഒരു യോജിപ്പ് പോലെ മറ്റൊരു ഘടകത്തിലും ഇത്ര ആഴമേറിയൊരു യോജിപ്പ് വെളിപ്പെടുവാൻ സാധ്യതയില്ല. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. നിങ്ങളിൽ യാചിക്കുന്ന, അപേക്ഷിക്കുന്ന, ചോദിക്കുന്ന ഏത് കാര്യത്തിലും 2 പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ട്, ആഴത്തിൽ ഐക്യമത്യപ്പെട്ട് ചോദിക്കുവാൻ കഴിയുന്നത് ആരാണ്? ഭാര്യയും ഭർത്താവും. അവരതേപോലെ യോജിപ്പിലേക്ക് വരുവാൻ കഴിയുന്നവരാണ്. അവരങ്ങനെ ഐക്യമത്യപ്പെട്ട് ചോദിക്കുകയാണ് എങ്കിൽ പിതാവ് അത് ചെയ്തു തന്നിരിക്കും. മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ യോജിപ്പിൽ പ്രാർത്ഥിക്കുക. അതിനെ ചൊല്ലി ആകുലപ്പെടാതെ, ഭയപ്പെടാതെ, നിരാശപ്പെടാതെ, നിങ്ങളുടെ ജീവിതം വേറെ ആരുടെയെങ്കിലും കുടുംബജീവിതവുമായി താരതമ്യപ്പെടുത്താതെ നിങ്ങൾ യോജിച്ച് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ദൈവം, പിതാവാകുന്ന ദൈവം നിങ്ങൾക്കത് നിവർത്തിച്ച് തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ സാറയ്ക്ക് അങ്ങനെ കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. ഈ അത്ഭുതങ്ങൾ വെളിപ്പെടണമെങ്കിൽ അത് കാത്തിരിപ്പും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവൾക്ക് കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. അവൾക്ക് അവലാതിയും വെപ്രാളവും കയറിയപ്പോൾ, താൻ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ ഹാഗാറിനെ ആ കുടുംബത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. അനാവശ്യ കാര്യങ്ങൾ കുടുംബത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. കുടുംബത്തിൽ പ്രവേശിപ്പിക്കേണ്ടാത്ത കാര്യങ്ങൾ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുടുംബത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഹാഗാറിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ആ ഹാഗാർ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഹാഗാർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദാസിക്ക് യജമാനത്തിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ പുച്ഛം തോന്നി, നിസാരമായി കണ്ടു. ഇപ്പോൾ ഇവൾ അമ്മയായി തീർന്നില്ലേ? അപ്പോൾ വീട്ടിൽ വഴക്കായി, സംഘർഷമായി. യജമാനത്തി ഈ ദാസിയെ ചൊല്ലി ഭർത്താവിനോട് കോപിക്കുകയാണ്. ഇവിടെ രസകരമാകുന്ന ഒരു കാര്യം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച ഈ അന്യായത്തിന് നീ ഉത്തരവാദി. ഹാഗാറിലൂടെ കുഞ്ഞ് ജനിച്ചു. ഹാഗാർ ഇപ്പോൾ യജമാനത്തിയെ പുച്ഛമായി നോക്കുകയാണ്. അതിനിപ്പോൾ സാറായി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക: നീ ഉത്തരവാദി. ബ്ലെയിം ചെയ്യുകയാണ്, അബ്രഹാമിനെ ബ്ലെയിം ചെയ്യുകയാണ്. അബ്രഹാമിനോട് പറയുകയാണ്, നീ ഒരുത്തൻ കാരണമാണ് ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തെറ്റാരുടേതുമാകട്ടെ, ഇവിടെ സാറായിക്ക് ഗുരുതരമാകുന്ന തെറ്റ് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ പ്രത്യേക സ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടാകരുത്. ആരോപണം ഉന്നയിക്കുക, ബ്ലെയിം ചെയ്യുക. ഭർത്താവ് ഭാര്യയെ ബ്ലെയിം ചെയ്യുന്നു. നീ ഒരുത്തി കാരണമാണ് ഈ വീടിങ്ങനെയായി തീർന്നത്. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, താങ്കൾ ഒരുത്തൻ കാരണമാണ് ഈ കുട്ടികൾ ഇങ്ങനെയായി തീർന്നത്, ഈ വീടിങ്ങനെയായി തീർന്നത്. ഇതൊന്നും പരിഹാരമല്ല. പരിഹാരം ദൈവത്താലാണ് സംഭവിക്കുന്നത്. അതിന് അന്യോന്യം മുഖത്തോട്ട് നോക്കി വഴക്കുണ്ടാക്കുകയോ ആരോപണം ഉന്നയിക്കുകയോ അല്ല ചെയ്യേണ്ടത്. പകരമായിട്ട് ദൈവസന്നിധിയോട് ചേർന്ന് വന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഒരുപാട് മാതാപിതാക്കൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ് കുട്ടികൾ. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ അവർക്ക് ജനിക്കുന്നു, അംഗവൈകല്യമുള്ള കുട്ടികൾ അവർക്ക് ജനിക്കുന്നു. പരിഹരിക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കഴിയുകയില്ല. ആ സന്ദർഭത്തിൽ യോജിച്ചു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടുവാൻ തയ്യാറാകണം.
ആ പ്രതിസന്ധി മുഖാന്തരമായിട്ട് കുടുംബത്തിന് അകൽച്ചയോ തകർച്ചയോ ഉണ്ടായി പോകുവാൻ ഇടവരാതെ അതിനെ പരിഹരിക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ആവശ്യമില്ലാത്ത നിസ്സാര കാര്യങ്ങൾ വീടിനുള്ളിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ഇടവരരുത്. മാതാക്കളെ, പിതാക്കളെ, അപ്പനമ്മമാരെ ആവശ്യമില്ലാതെ വീടിനുള്ളിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ഇടവരരുത്. അവരുടെ അഭിപ്രായങ്ങളെ ആവശ്യമില്ലാതെ വീടിനുള്ളിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ഇടവരരുത്. നാട്ടുകാരുടെ പ്രശ്നങ്ങളെ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ഇടവരരുത്. പകരം നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് അകൽച്ചകളും വിയോജിപ്പുകളും പരിഹരിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. ഈ കുടുംബത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖാന്തരമായിട്ട് പിണക്കങ്ങൾ സംഭവിക്കുന്നു. ഭാര്യ പിണങ്ങി വീണ്ടും മടങ്ങി തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടുക്കിലേക്ക് പോവുകയാണ്. പിന്നെ 6 മാസത്തേക്ക് ഫോൺ വിളിയില്ല, മടങ്ങി വരികയില്ല, ഇങ്ങനെ അകന്നു മാറി ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഭാര്യ ഭർത്തൃബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഒരുമിച്ച് ജീവിക്കേണ്ടവരാകുന്നു നിങ്ങൾ, അകന്നു ജീവിക്കേണ്ടവരല്ല. ജോലി സംബന്ധമായോ മറ്റുള്ള കാര്യങ്ങളിലോ നിങ്ങൾ രണ്ടിടത്തായിരിക്കുന്നുവെങ്കിൽ അത് മറ്റൊരു കാര്യം. അതല്ലാതെ നിങ്ങൾ പിണങ്ങി മാറി ജീവിക്കേണ്ടവരല്ല, ദൂരെ പോയി ജീവിക്കേണ്ടവരല്ല. അത് പരിഹരിക്കുവാൻ വേണ്ടി എത്ര ക്ഷമിക്കുവാനും അന്യോന്യം തയ്യാറാകണം. എന്തു വിട്ടുവീഴ്ചകൾക്കും അന്യോന്യം തയ്യാറാകണം. ഈ പിണക്കം വന്നതിന് ശേഷം വീട്ടിൽ തന്നെ സംസാരിക്കാതിരിക്കുന്നവരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് അവരെ തമ്മിൽ സംസാരിക്കുകയില്ല, ദിവസങ്ങളോളം സംസാരിക്കുകയില്ല. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തന്നെ അവർ പേപ്പറിൽ എഴുതി വയ്ക്കുവാനിട വരും. എനിക്ക് ഒരു ചായ വേണം. അപ്പോൾ ഭാര്യ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് എഴുതി വയ്ക്കും, ചായ റെഡി. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഞാനത് ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്. പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമുണ്ടായി. അവർ തമ്മിൽ സംസാരിക്കുകയില്ല. ഭർത്താവിന് രാവിലെ എഴുന്നേറ്റ് തിരുവനന്തപുരത്തേക്ക് പോകണം, 5 മണിയുടെ ബസ്സിന് പോകണം. അയാൾ തലേ രാത്രിയിൽ എഴുതി വെച്ചു, എനിക്ക് രാവിലെ 5 മണിക്കുള്ള ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോകണം. രാവിലെ അലാം വെച്ചിട്ട് എന്നെ 5 മണിക്ക് വിളിക്കണമെന്ന്, 4 മണിക്ക് വിളിക്കണമെന്ന് അദ്ദേഹം എഴുതി വയ്ക്കുവാനിടയായി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ രാവിലെ 8 മണിയായി. താൻ വിചാരിച്ചു ഭാര്യ എന്നെ വിളിച്ചില്ലേ. നോക്കിയപ്പോൾ മേശപ്പുറത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, മണി 4 എഴുന്നേൽക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ആ നിലയിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ യോജിപ്പിൽ ജീവിക്കേണ്ടവരാണ്. നിങ്ങളുടെ ജീവിതം പിണക്കത്തിലും സംസാരിക്കാതെയും ആശയവിനിമയം ഇല്ലാതെയും അങ്ങനെ വരൾച്ചയിലും ശൂന്യതയിലും ജീവിക്കാതെ യോജിപ്പിൽ ആശയവിനിമയത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഭൂമിയിലെ സ്വർഗമാക്കി തീർക്കുവാൻ ഇടവരും. ഏത് സംഘർഷം വന്നാലും ആ സകല സംഘർഷങ്ങളെയും നിങ്ങൾക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തുവാൻ കഴിയും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ പ്രത്യേകിച്ചും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആദ്യ സമയങ്ങളിൽ നല്ലപോലെ ആശയവിനിമയത്തിന് വേണ്ടി സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ യുഗത്തിലാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺസ് ഉണ്ട്, ലാൻഡ് ഫോൺസ് ഉണ്ട്, ഇമെയിൽസ് ഉണ്ട്, പേജസ് ഉണ്ട്, എന്തൊക്കെ സംവിധാനങ്ങളാണ്. ഒരു നിമിഷം കൊണ്ട് നമുക്കിവിടെ നിന്ന് അമേരിക്കയിലുള്ള നമ്മുടെ ബന്ധുവിനെ വിവരങ്ങൾ അറിയിക്കുവാൻ കഴിയുന്ന നിലയിൽ ആധുനിക സംവിധാനങ്ങൾ വളർന്നിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഏജിൽ പല കുടുംബങ്ങളിലും ആശയവിനിമയമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ആശയവിനിമയവും ഇല്ലാതെ തമ്മിൽ നോക്കാതെ കണ്ണിൽ നോക്കാതെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാതെ ജീവിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് ഇരുവരും ജോലി ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ നമുക്കിപ്പോൾ സമൂഹത്തിലുള്ളത്. അത് നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റുമായി കഴിഞ്ഞാൽ തമ്മിൽ കണ്ടുമുട്ടുന്നത് തന്നെ വിരളമാണ്, മണിക്കൂറുകൾ മാത്രമാണ്. അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തമ്മിൽ കണ്ടുമുട്ടുവാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മുടെ സമൂഹമായിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവിക അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ ഒരു കുടുംബജീവിതം പടുത്തുയർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മനഃപൂർവ്വമായി തന്നെ നിങ്ങൾ ആശയവിനിമയത്തിന് തമ്മിൽ ഇരുന്ന് സംസാരിക്കുവാൻ സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. കൈ കോർത്ത് പിടിച്ച് ഒന്നിച്ച് നടക്കുവാൻ പോകുവാൻ സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുന്നമേ ഒരുമിച്ചിരുന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ദുരാത്മാക്കൾക്ക് നുഴഞ്ഞു കയറുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ഭവനങ്ങളിൽ പഴത്തിൻ്റെ പരീക്ഷണങ്ങളുമായിട്ട് പിശാചിന് കടന്നു വരുവാൻ കഴിയുകയില്ല. പകരം പരിശുദ്ധാത്മാവിൻ്റെ വേലി അവർക്ക് ചുറ്റുമുണ്ടാകും. ദൈവദൂതന്മാരുടെ കാവൽ അവർക്ക് ചുറ്റുമുണ്ടാകും. അവരുടെ കുടുംബം സന്തുഷ്ട കുടുംബമായി, മാതൃകാ കുടുംബമായി, ഭൂമിയിൽ ഐശ്വര്യം അനുഭവിക്കുന്ന കുടുംബമായി തീരുവാനിടവരും.
ഇസഹാക്കിൻ്റെ കുടുംബജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അവർക്കും ഒരു ചെറിയ പാകപ്പിഴ പറ്റിപ്പോകുവാനിടയായി. അവരുടെ കുടുംബജീവിതത്തിൻ്റെ ആരംഭ ഭാഗങ്ങളൊക്കെ അത്ഭുതകരമായിരുന്നു. ഇസഹാക്കിൻ്റെ വിവാഹം തന്നെ ഒരു മാതൃകാ വിവാഹമാണ്. ഇന്നത്തെ തലമുറയോടെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇസഹാക്ക് തൻ്റെ അപ്പൻ്റെ ആലോചന പ്രകാരം, അഥവാ കുടുംബത്തിൽ നിന്നുള്ള ആലോചന പ്രകാരം ഒരു അന്യോന്യമുള്ള ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു വിവാഹമായിരുന്നു ആ വിവാഹം എന്ന് പറയുന്നത്. അപ്പൻ തൻ്റെ ദാസനാകുന്ന എലയാസാറിനെ തൻ്റെ സ്വന്തം ഭവനമാകുന്ന ബന്ധുക്കൾ ആയിരിക്കുന്ന ഹാരാനിലേക്ക് അയക്കുവാനിടയായി. അവിടെ നിന്നാണ് റെബേക്ക വരുന്നത്. ആ റെബേക്ക പരിശുദ്ധാത്മാവിനാലാകുന്നു ഇസഹാക്കിൻ്റെ അരികിൽ എത്തിച്ചേരുന്നത്. അത് ഒരു നല്ല മാതൃകയാണ്. ഇന്ന് പ്രേമവിവാഹങ്ങൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. പല പ്രേമവിവാഹങ്ങളും അത് ആരംഭിക്കുന്നത് സ്വകാര്യമാകുന്ന ശാരീരിക ഇഷ്ടങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് അതൊന്നും നിലനിൽക്കുന്നില്ല. പലതും ഉടഞ്ഞു പോവുകയാണ്, തകർന്നു പോവുകയാണ്, വിവാഹശേഷം ഭിന്നതയായി തീരുകയാണ്, വിവാഹശേഷം തമ്മിൽ വിശ്വസിക്കാൻ കഴിയാതെ വരികയാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളാരെങ്കിലും ചെറുപ്പക്കാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സൂക്ഷിക്കണം. നിങ്ങൾ കോളേജിൽ പോകുന്ന സന്ദർഭത്തിൽ അത് പ്രേമത്തിന് വേണ്ടിയുള്ള സമയമോ അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള സമയമല്ല, പഠിക്കുവാനുള്ള സമയമാണ്. ഓരോ കാര്യത്തിനും ഓരോ സീസണുണ്ട്. ആ സീസണെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ നല്ല സീസൺസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരും. ആ സീസണിൽ നിങ്ങൾ പഠിത്തത്തിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ തക്ക സമയം വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള തക്ക തുണയെ നൽകി തരുവാൻ വിശ്വസ്തനാകുന്നു. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും യഥാർത്ഥത്തിൽ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് തക്ക തുണ എന്ന പദപ്രയോഗമാണ്. നിങ്ങൾക്ക് യോജിച്ച ഒരു പെൺകുട്ടിയെ, യോജിച്ച ഒരു ആൺകുട്ടിയെ കർത്താവ് നൽകി തരുവാൻ വിശ്വസ്തനാണ്. അത് തെരഞ്ഞെടുക്കുവാനുള്ള അനുവാദം ദൈവത്തിന് കൊടുക്കുകയാണ് ഉചിതമാകുന്ന കാര്യമെന്ന് പറയുന്നത്. വർഷങ്ങൾ മുന്നമേ തന്നെ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ കണ്ണുകളിലൂടെ കണ്ടെത്തി ആ ഒരു ബന്ധം വർഷങ്ങൾ നിലനിർത്തി, എഴുത്തുകുത്തുകളിലൂടെ, ഫോൺ വിളികളിലൂടെ നിലനിർത്തി അങ്ങനെ പോകുന്നതിലും നല്ലത് ദൈവം തൻ്റെ ഹിതപ്രകാരമുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് നൽകി തരുവാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ആവശ്യം പറയുകയാണെങ്കിൽ തക്ക സമയത്ത് അത്ഭുതം ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഇസഹാക്കിൻ്റെ വിവാഹം അങ്ങനെയാണ് നടന്നത്. റിബേക്ക അങ്ങനെ ഇസഹാക്കിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നവരുടെ വിവാഹം. അതിനുശേഷമായിട്ട് അവർ നേരിട്ട പ്രതിസന്ധികൾ കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു പ്രതിസന്ധിയായിരുന്നു. ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം റെബേക്കയുടെ ഗർഭം തുറക്കുവാനിടയായി. അങ്ങനെയാണ് യാക്കോബ്, ഏശാവ് ഇങ്ങനെ 2 പുത്രന്മാർ റിബേക്കയ്ക്ക് ഉണ്ടായത്. പക്ഷേ അവിടെ പറ്റിയ ഒരു പ്രധാനപ്പെട്ട പരാജയം നിങ്ങൾക്കറിയാമോ? യാക്കോബിനെ റെബേക്ക അധികം സ്നേഹിക്കുവാനിടയായി, ഏശാവിനെ ഇസഹാക്കും സ്നേഹിക്കുവാനിടയായി. നോക്കുക, അവിടെ ഒരു ചെറിയ വിഭജനം സംഭവിച്ചത്. എങ്ങനെയാണ് ആ വിഭജനം സംഭവിച്ചത്? എനിക്ക് ബോധ്യമാകുന്നത് ആശയവിനിമയം കുറഞ്ഞുപോയി. ഏതോ ഘട്ടത്തിൽ ഇസഹാക്കിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു കഴിഞ്ഞപ്പോൾ റിബേക്കയുമായിട്ടുള്ള ആശയവിനിമയം കുറഞ്ഞതിനാൽ അറിയാതെ റിബേക്കയ്ക്ക് യാക്കോബിനോട് സ്നേഹം കൂടി, ഈ ഇസഹാക്കിന് ഏശാവിനോട് സ്നേഹം കൂടി. നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണം. 4 കുട്ടികളുണ്ടെങ്കിൽ 4 കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണം. അങ്ങനെയാണ് ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്. കുട്ടികൾ ആമേൻ ഒരാളെ കൂടുതൽ സ്നേഹിക്കുകയും ഒരാളെ കൂടുതൽ അഭിനന്ദിക്കുകയും മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുകയും നീ ഗുണമില്ലാത്തവനാടാ, നീ കഴുതയാടാ എന്ന് പറയുകയും ചെയ്യുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള കാര്യമല്ല. അത് മുഖാന്തരമായി ആ കുട്ടി മുറിവുള്ള കുട്ടിയായി, തകർച്ചയുള്ള കുട്ടിയായി തീരുവാൻ ഇടവരും. പകരമായിട്ട് 2 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണെങ്കിൽ കർത്താവ് അത് നൽകി തരുവാൻ വിശ്വസ്തനാകുന്നു. ഇസഹാക്കിൻ്റെ കുടുംബത്തിൽ സംഭവിച്ച പ്രതിസന്ധി സംഭവിക്കുവാൻ ഇടവരില്ല. ഈ ഒരു വിഭജനം സംഭവിച്ചതിനാൽ യാക്കോബ് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഏശാവിന് തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നു. ആകെപ്പാടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ അനുഭവം ആ ഭവനത്തിൻ്റെ ഉള്ളിൽ ഇസഹാക്കിൻ്റെ വാർദ്ധക്യ സമയത്ത് ഉണ്ടാകുവാനിടയായി. പകരം ദൈവാശ്രയത്തിൽ നിന്ന് ഭാര്യയും ഭർത്താവും യോജിച്ച് നിൽക്കുകയാണെങ്കിൽ തലമുറകൾക്ക് സ്നേഹം കൊടുക്കുവാൻ കഴിയും, തലമുറകളെ ഉത്സാഹിപ്പിക്കുവാൻ കഴിയും. അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പനും അമ്മയ്ക്കും കടന്നു ചെല്ലുവാനും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. സംഘർഷങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ നിശ്ചയമായും പരാമർശിക്കും.
ആഘോഷിക്കുന്നതായിരിക്കും. പല കുടുംബങ്ങളും ഇന്ന് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഘർഷമാണ് സംശയം എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഭർത്താവിനെ സംശയിക്കുന്നു, ഭാര്യയെ സംശയിക്കുന്നു, അതിനെ ചൊല്ലിയുള്ള അകൽച്ചകൾ ഉണ്ടാകുന്നു. ഹൃദയത്തിൻ്റെ ഏതോ ഭാഗത്തുണ്ടായ മുറിവുകളാണ്, ആന്തരിക മുറിവുകൾ. ആ മുറിവുകളുടെ പരിണിത ഫലമാണ് നിങ്ങൾക്ക് അന്യോന്യം വിശ്വസിക്കുവാൻ കഴിയാതെ വരുന്നത്. അന്യോന്യം വിശ്വസ്തനായി ജീവിക്കുവാൻ വേണ്ടി ജീവിതങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷമായിട്ട് അന്യോന്യം വിശ്വസിക്കുവാനും തയ്യാറാകണം. സംശയത്തിന് കുടുംബജീവിതത്തിൽ പ്രവേശനം കൊടുക്കരുത്. നാം സംഖ്യാപുസ്തകത്തിൽ സംശയത്തെ ചൊല്ലിയുള്ള ഒരു പഴയ നിയമ പ്രമാണം കാണുവാൻ കഴിയുന്നുണ്ട്. അതൊരു ദുരാചാരമായിരുന്നു. പിൽക്കാലത്ത് അത് പിൻവലിക്കുവാൻ, യഹൂദ പ്രമാണങ്ങളുടെ ഇടയിൽ നിന്ന് പിൻവലിക്കുവാനും ആചാരം അപ്രത്യക്ഷമായി പോകുവാനും ഇടയായി. സകല സംശയങ്ങളെയും നിങ്ങൾ കീഴ്പ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് എതിരായി വരുന്ന സംഘർഷങ്ങളെ കീഴ്പ്പെടുത്തി ഒരു സന്തുഷ്ട കുടുംബത്തെ പണിയുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറായാൽ ദൈവത്താൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനിടവരും. നിങ്ങൾക്ക് സ്വയം സാധ്യമല്ല, കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ പണിയുവാൻ വിശ്വസ്തനാകുന്നു. കർത്താവ് കുടുംബങ്ങളെ പണിയുന്നവനാകുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ഭവനങ്ങളെ കർത്താവ് സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറകളെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ കർത്താവാകുന്ന യേശു സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ഈ ഭവനങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നേരിടുന്ന സംഘർഷങ്ങളിൽ നിന്ന് അവർ പുറത്തു വരുവാനിടവരട്ടെ. സമാധാനവും സന്തോഷവും അവർ സമൃദ്ധിയായി അനുഭവിക്കുവാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ രോഗികളുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കുവാനിടവരട്ടെ. യേശുവിൻ നാമത്തിൽ തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളിപ്പോൾ സൗഖ്യമാകുക. കർത്താവ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. സകല അഭിവൃദ്ധിയും ആശീർവാദവും അവരുടെ മേൽ അയക്കുന്നുവല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വചനത്താലും പ്രാർത്ഥനയാലും നിങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. God bless you. Amen.